കാര്യമാറ്റി നിൽക്കുന്നു. ഇവിടെ ഈ വർഗീയവാദം ഒരു ഭാഗത്ത് കുത്തിപ്പൊക്കി കൊണ്ടുവരാനുള്ള പരിശ്രമം നടക്കുമ്പോഴാണ് ശബരിമല വിഷയം വന്നത് പിണറായിയുടെയും കൂട്ടാളികളുടെയും മൂർധാവിൽ വന്ന് വീഴുന്നത്. എന്താണെന്ന സ്ഥിതി? കേരളത്തിന്റെ ഈ മതനിരപേക്ഷ നിലപാടിനെ അട്ടിമറിച്ചുകൊണ്ട് വർഗീയ ഫാസിസ്റ്റുകളുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വരാനുള്ള കണക്കുകൾ കൂട്ടിവെച്ചിരുന്നു പിണറായി. 2024 പാർലമെന്റ് ഇലക്ഷനോട് കൂടി ഇനി ന്യൂനപക്ഷങ്ങൾ വേണ്ട എന്ന് പിണറായി തീരുമാനിക്കുകയാണ്. അതിനുശേഷമല്ലേ ഈ വലിയ മാറ്റങ്ങളൊക്കെ? ആ മാറ്റം അദ്ദേഹം കണക്ക് വെച്ചിരുന്നത് ഈ പറയുന്ന പാലക്കാട് തൊട്ട് പാലക്കാടും മലപ്പുറവും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും വയനാടും ചേർന്ന ഈ 6 ജില്ല ഇതാണല്ലോ മലബാർ. ഇവിടെ 52 നിയമസഭാ മണ്ഡലമുള്ളത്. തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ 88 നിയോജക മണ്ഡലമുണ്ട്. അതിൽ 64 മണ്ഡലം ഇപ്പോഴും അവരുടെ കയ്യിലാണ്. ആ 64 മണ്ഡലങ്ങൾ നിലനിർത്തിയാൽ മതി. അത് കേരളത്തിലെ ഈ ഫാസിസ്റ്റുകളുമായി കൂട്ടുചേർന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിലൂടെ അതിനെ നിലനിർത്തി 63 സീറ്റ് അവിടെ നിലനിർത്തിയാൽ ഇവിടെ ഈ 52 സീറ്റുണ്ടല്ലോ. ഇവിടെ എല്ലാ മതന്യൂനപക്ഷങ്ങളും തലകുത്തി മറിഞ്ഞാലും ഒരു 10-12 സീറ്റ്, ഇന്ന് അവർക്ക് 40ഓളം സീറ്റുണ്ട് ഇവിടെ. അതിൽ 10-12 സീറ്റ് കിട്ടിയാൽ 75 സീറ്റിൽ അധികാരത്തിൽ വരാൻ കഴിയും. ഇതായിരുന്നു പിണറായി വിജയന്റെ കണക്കൂട്ട്. അതിനുവേണ്ടിയാണ് ഈ പറയുന്ന വർഗീയവാദം മുഴുവൻ ഈ നാട്ടുകാരോട് പറയുന്നത്. അതിനുവേണ്ടിയാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. അതിലേക്കാണ് ഈ പറയുന്ന പടച്ചോനിറങ്ങി വരുന്നത് ഈ നാട്ടുകാർ. ഇന്നെന്താണ് സ്ഥിതി? ഹൈന്ദവ വിശ്വാസികളുടെ ഇടയിൽ ഈ ഗവൺമെന്റിനെ കുറിച്ച്, ഈ മന്ത്രിമാരെ കുറിച്ച്, ആ പാർട്ടിയെ കുറിച്ച് BJP പോലും ചില അനുനയ നീക്കങ്ങൾ ഈ ശബരിമല കൊല്ലയിലെ നിലപാടെടുത്തല്ലോ. BJP നേതാക്കന്മാരുടെ പത്രമാധ്യമ പ്രവർത്തകർ ഈ അരുംകൊള്ളയെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്താ BJP ലീഡർഷിപ്പിന്റെ മറുപടി? അത് മുമ്പുണ്ടായിട്ടുണ്ടല്ലോ. അത് ഈ നാട്ടിലെ വിശ്വാസികളായ ഹൈന്ദവ സമുദായം അത് മനസ്സിലാക്കി. അതിന്റെ വലിയൊരു ശതമാനം തിരിച്ചടി ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിലുണ്ടായി. നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നവർക്കുണ്ടാവുമല്ലോ. വിശ്വാസി സമൂഹം പിണറായി വിജയനും കൂട്ടരും നടത്തിയ ഈ ശബരിമല കൊള്ളയിൽ അതിനെ ചോദ്യം ചെയ്യേണ്ട ഭാരതീയ ജനതാ പാർട്ടി അതിനെ ചോദ്യം ചെയ്യേണ്ടതുപോലെ ചോദ്യം ചെയ്തില്ല എന്ന് മാത്രമല്ല, പിണറായി വിജയനെ സഹായിക്കുന്ന നിലപാടെടുത്തു എന്ന് കൃത്യമായും ഇവിടുത്തെ ഹൈന്ദവ സമുദായത്തിന് ബോധ്യപ്പെട്ട കാലത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇന്നലെയും ഇന്നും വരുന്ന വാർത്ത എന്താണ്? ഈ അയ്യപ്പ സംഗമത്തിന് വേണ്ടി കൊള്ളയടിക്കപ്പെട്ട സംഖ്യയുടെ കണക്കുകൾ, വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. 500 ആളെ പോലും ആ പന്തലിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നത് നമ്മളൊക്കെ കണ്ടതല്ലേ. ആ 500 ആൾക്കും വേണ്ടിയിട്ട് ചെലവഴിച്ചത് 10 കോടിയോളം രൂപ എന്ന് ദേവസ്വം കമ്മീഷണർ കോടതിയിൽ കൊടുത്ത കണക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 10 കോടിയിൽ കാരണഭൂതർക്ക് കടക്കാൻ 2 ലക്ഷം റുപ്യന്റെ കട്ടിലും കിടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഖാക്കൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. നിങ്ങളിതൊക്കെ കാണുന്നു കേൾക്കുന്നു ഉണ്ടാകുമല്ലോ. ഇത് തന്നെയാണ് ഞാൻ അന്ന് പറഞ്ഞു വന്നത്. ഈ പോക്ക് എങ്ങോട്ടാണ്? തൊഴിലാളി എന്ന വാക്ക് പോലും ഇനി ഞങ്ങൾ ഉച്ചരിക്കൂലെന്നാ ഗോവിന്ദ മാഷ് ഞാൻ ഫറൂഖ് എന്ന് പറഞ്ഞു. ഏതായാലും ഉച്ചരിക്കുന്നില്ല. അപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനം, ഒരു തൊഴിലാളി പ്രസ്ഥാനം, ഒരു മതേതര പ്രസ്ഥാനം, ഇതായിരുന്നല്ലോ അതിന്റെ ബേസ്. ആ 2 ബേസും തകർത്തു എന്ന് മാത്രമല്ല, അതിന് നേരെ ഓപ്പോസിറ്റാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടക്കുന്നത്. കൊള്ള സംഘമായി മാറിയിരിക്കുക.
ഒന്നും ബാക്കിയില്ല. മരുമകന്റെ രാഷ്ട്രീയത്തെ കുറിച്ചും മന്ത്രിയെ പദവിയെ കുറിച്ചൊന്നും ഞാൻ പറയണ്ട. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു നാടാകെ കുട്ടിച്ചോറാക്കി കൊള്ളയടിച്ച് പണസമ്പാദനത്തിനുള്ള മാർഗം എന്തുണ്ടോ അവിടെയൊക്കെ മൈക്രോസ്കോപ്പ് വെച്ച് പഠനം നടത്തി JCB കൊണ്ടുപോയി ആ സമ്പത്ത് മാന്തിയെടുക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനാ സംവിധാനത്തിലേക്ക് ഈ പിണറായി സംഘം മാറി. അതിന്റെ അവസാനത്തെ തെളിവ് നിങ്ങളും നോക്കണം. ഇവിടെ വിഷയങ്ങൾ ആകെ കത്തിപ്പൊത്തുമ്പോഴാണ്, ഈ അഴിമതി കഥകൾ കത്തിപ്പൊത്തുമ്പോഴാണ് ഈ പറയുന്ന അയ്യപ്പ സംഗമം നടത്തിയത്. എന്നിട്ട് വല്ല മടിയുണ്ടോ? ഇത്ര പച്ചയായി കളവ് നടത്തിയ ഒരു കാലഘട്ടം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അത് ഞങ്ങളുടെ അവകാശമാണ് എന്നിടത്തേക്ക് കാര്യങ്ങളെത്തും. അത് തന്നെയാണ് പുതുയുഗ യാത്ര കടന്നു പോകുന്ന വഴികളിൽ നമ്മളൊരു ആരവം കേൾക്കുന്നില്ലേ? കേരളത്തിൽ എന്തോ ഒരു ആരവം നമ്മുടെയൊക്കെ ചെവിയിൽ മുഴങ്ങുന്നുണ്ടല്ലോ, ഒരു മാറ്റത്തിന്റെ ആരവം. ഏത് രീതിയിലാണ് മാറ്റം വരാൻ പോകുന്നത്? നിങ്ങൾ എഴുതി വെച്ചത് ഈ മലബാറടക്കം കേരളം മൊത്തത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള രാഷ്ട്രീയ ചിന്തക്കപ്പുറം ഒരു പൊതുസമൂഹത്തിലുണ്ടായ മാറ്റം നിങ്ങൾക്ക് കാണും. പിണറായി എന്ന പേര് കേൾക്കുമ്പോ എന്താ നിങ്ങൾക്കൊക്കെ തോന്നുന്നത്? അത് UDF മാത്രമല്ല തോന്നുന്നത്, ഈ നാട്ടിലെ ജനങ്ങൾക്കാകെ തോന്നുകയാണ്. എല്ലാവരും മനുഷ്യന്റെ മനസ്സുകൊണ്ട് വെറുക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിനുടമയായി എത്ര പെട്ടെന്നാണ് അദ്ദേഹം മാറിയത്. എന്താ കാരണം? അദ്ദേഹം കേരളത്തിന്റെ മതേതരത്തിന്റെ കടക്കലാണ് കത്തിവെച്ചത്. BJP നമുക്ക് വല്ല പ്രശ്നമുണ്ടോ? RSS നമുക്ക് വല്ല പ്രശ്നമുണ്ടോ? അവർ അവരുടെ രാഷ്ട്രീയം പറയുന്നു. അവരങ്ങനെയാണ് കഴിഞ്ഞ 100 കൊല്ലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. പിണറായിയോട് തോന്നുന്ന വെറുപ്പിന്റെ 5% ഈ പറയുന്നവരോട് എന്താ നമുക്ക് തോന്നാത്തത്? അത് കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവമാണ്, അത് മതേതര സ്വഭാവമാണ്. അതിന്റെ കടക്കലാണ് പിണറായി വിജയൻ കത്തിവെച്ചത്. ജനം സഹിക്കില്ല. അവിടെയാണ് ജനം ഒരുമിക്കുന്നത്. ഇടതുപക്ഷവും UDF തമ്മിലല്ല ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത് കൊണ്ടാണ്. ഈ തെരഞ്ഞെടുപ്പ് പിണറായിസവും കേരളത്തിലെ ജനങ്ങളും തമ്മിലാണ്. ആ ജനമാണ് ഇവിടെ വോട്ട് ചെയ്യാൻ പോകുന്നത്. എവിടുന്നാണ് ഈ ആളുകൾ പുതിയ യാത്രയിലേക്ക് എത്തിപ്പെടുന്നതെന്ന് റസാഖ് മാഷ് അടക്കം നാട്ടിൽ സന്ദേഹം രേഖപ്പെടുത്തി. ഞാൻ പറയുന്ന ജനം അതാണ്. അതിലെല്ലാവരും ഉണ്ടാകും. ഒരു മനസ്സാണ് കേരളത്തിൽ നിങ്ങൾ എഴുതി വെച്ചത്. പ്രതിപക്ഷ നേതാവ് 100 സീറ്റ് എന്ന് പറയുമ്പോഴും നാളെ രാവിലെയാണ് വോട്ടിംഗ് എങ്കിൽ 20 സീറ്റ് തികക്കാൻ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇന്നത്തെ ഈ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ സാധ്യമല്ല. ഞങ്ങൾ കൈയടിക്കാൻ പറയില്ല. എന്റെ വിശ്വാസമാണ് പിണറായി ഈ അവസ്ഥയിൽ എത്തുമെന്ന് 1.25 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞ ആ അവസ്ഥയിൽ ഇന്ന് എത്തിയില്ലേ? സഖാക്കൾ സമ്മതിക്കുന്നുണ്ടല്ലോ. എന്നെ കാണാൻ ചിലരൊക്കെ വന്ന് ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റവാക്കി അവരോട് പറഞ്ഞുള്ളൂ, നിങ്ങൾ 100 ആള് അന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് അന്വേഷണ വിധേയമാക്കണം എന്ന് പറഞ്ഞൊരു 100 ആള് കേരളത്തിൽ അന്ന് നിങ്ങൾ നിന്നിരുന്നെങ്കിൽ ഈ ഗതികളിൽ നിങ്ങൾ എത്തൂലായിരുന്നു. ഞാനോട് പറഞ്ഞു, വളരെ ഉത്തരവാദിത്തപ്പെട്ടവർ വന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെടുത്ത നിലപാടിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ തെണ്ടാനാണ് വിധി. ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ ആ വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. നിങ്ങൾ അനുഭവിച്ചോളണം. ഈ ജനതയെ, ഈ പൊതുസമൂഹത്തെ ഈ രീതിയിൽ പിണറായിയുടെ ഒരു കുടുംബത്തിന് വേണ്ടി
ബലി കൊടുത്തവരാണ് നിങ്ങൾ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം ഒരുപാട് വൈകി, ഒരുപാട് പ്രസംഗം കേട്ടത്. പിന്നെ നിങ്ങൾ കാത്തിരുന്ന സ്ഥിതിക്ക് 10 മിനിറ്റ് സംസാരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ കുറച്ചു സമയം കൂടി ഇരിക്കുന്നത്. എന്തായാലും നമുക്കൊരു മാറ്റം ഉണ്ടാവും, അതിശക്തമായ മാറ്റം ഉണ്ടാവും. എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിലേക്ക് റമദാൻ കടന്നു വന്ന് നമ്മളെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ആ ഒരു മാസത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിന്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനൊക്കെ നിരവധിയായ പരിമിതികളാണ് നമുക്ക്. പിന്നീടുള്ളത് വളരെ കുറഞ്ഞ ദിവസങ്ങളായിരിക്കും. അതുകൊണ്ട് നോമ്പുകാലത്ത് ഉൾപ്പെടെ നമ്മൾ ഉയർത്തിവെച്ച ഈ ആശയങ്ങൾ, ഈ കുറ്റിച്ചിറയും പരിസരവും മലബാറും കോഴിക്കോടും ഒക്കെ നമ്മൾ ജീവിക്കുന്ന ഈ സ്നേഹത്തിലും സൗഹൃദത്തിലും പരസ്പര സഹായത്തിലും ജീവിക്കുന്ന ഈ മതസൗഹാർദ്ദം സാമൂതിരിയുടെ ഈ നാട്ടിൽ, കുഞ്ഞാലിമരക്കാരുടെ ഈ നാട്ടിൽ അതൊക്കെ നിലനിർത്തി പോകാൻ ബാധ്യസ്ഥരായവരാണ്. അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഇത് കൈമാറേണ്ടവരാണ് നമ്മൾ. ആ മതസൗഹാർദ്ദം ഇവിടെ നിലനിർത്തേണ്ടതുണ്ട്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെയും കേളുകുട്ടി അമ്മയുടെയും ഈ പറയുന്ന മൊയ്ത് മൗലവിയുടെയും ഒക്കെ ഈ നാട് എന്നും മതേതരത്തിരുന്ന നാടാണ്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ശക്തമായി ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനത്തിൽ ഇടപെടുന്നതിന്റെ വളരെ നല്ലൊരു ചിത്രം കൂടിയാണ് ഇതുപോലെയുള്ള നമ്മുടെ പൊതു സദസ്സുകൾ. ഇനിയും ഐക്യത്തോടെയും സ്നേഹത്തോടെയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റി നമുക്ക് ഇവിടെ ജയിച്ചു കയറേണ്ടതുണ്ട്. ഇവിടുത്തെ സമൂഹത്തിൽ സജീവമായി നിൽക്കുന്ന ആളുകൾ, ജയന്തിനെ പോലെയുള്ള സജീവമായിട്ടുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ ഈ നാട്ടിൽ ജനപ്രതിനിധികളായി വന്ന് ഈ നാട്ടിലുണ്ടാക്കിയ കാലുഷ്യവും അഴുക്കും ഈ അഴിമതിയും കോഴിക്കോടിന്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ നിന്ന്, കോഴിക്കോട് ജില്ലയിൽ നിന്ന്, മലബാറിൽ നിന്ന് പരിപൂർണമായും ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനവുമായി നിങ്ങൾ മുന്നോട്ട് പോകണം. ഇവിടെ പങ്കെടുത്ത എല്ലാ കൗൺസിലർമാർക്കും ഹൃദയപൂർവ്വം അഭിവാദ്യം അർപ്പിക്കുന്നതോടൊപ്പം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ സത്യസന്ധമായി പ്രവർത്തിക്കാൻ കൗൺസിലർമാർക്ക് സാധിക്കട്ടെ എന്ന് അവരോട് അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്നെ വിളിക്കുകയും ഇവിടെ എത്താൻ കഴിയുകയും ചെയ്ത അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ച അമ്മയടക്കമുള്ള, സുൽഫി അടക്കമുള്ള ഇവിടുത്തെ കോൺഗ്രസ് ലീഡേഴ്സിനെ, മുസ്ലിം ലീഗ് ലീഡേഴ്സിനെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.